ഷാരിയെ, ഹിന്ദുക്കൾ സതി അടക്കം നിർത്തലാക്കി. എന്നിട്ടും നിങ്ങൾ 4 ഭാര്യമാർ വേണമെന്ന രീതി മാറ്റിയിട്ടില്ല. ജസ്റ്റിസ് ശേഖർ കുമാർ യാദവിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണിത്. ഇതിൽ നമുക്ക് ഇദ്ദേഹം ഒരു മതത്തെ കുറിച്ചിട്ടാണ് അത് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ആ മതത്തെ നമുക്ക് മാറ്റാം. ഒരു സ്ത്രീക്ക് അല്ലെങ്കിൽ ഒരു പുരുഷന് ഒന്നിൽ കൂടുതൽ ഭാര്യമാർ അല്ലെങ്കിൽ ഭർത്താക്കന്മാരുള്ളത് തെറ്റാണോ? ഭാര്യമാര് ഭർത്താക്കന്മാര് എന്നുള്ള വിഷയത്തെക്കാൾ കൂടുതൽ പാർട്ട്നേഴ്സ്. ഇപ്പൊ പാർട്ട്ണർ ആവാം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്നത്, ഒരു നമ്മള് ഹിന്ദു മാരേജ് ആക്ട് അല്ലെങ്കിൽ മുസ്ലിം മാരേജ് ആക്ട് അല്ലെങ്കിൽ ക്രിസ്ത്യൻ മാരേജ്, നമ്മുടെ ആക്ട് ഉണ്ടല്ലോ. നമ്മൾ നിയമത്താൽ വിവാഹം കഴിക്കുമ്പോൾ, ഇന്ത്യയിൽ ജീവിക്കുമ്പോൾ നിയമത്താൽ നമ്മൾ ഒരു ഭാര്യ ഒരു ഭർത്താവിനെ വിവാഹം കഴിക്കുന്നു, അവര് സന്തോഷമായി ജീവിക്കുന്നു. അതിന്റെ ഇടയിലേക്ക് ഞാൻ കണ്ടിരിക്കുന്നത്, എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ ഞാൻ കണ്ടിരിക്കുന്നത്, വേറൊരു പങ്കാളിയെ കൊണ്ടുവരുമ്പോൾ അവിടെ പ്രശ്നങ്ങളാണ്. പ്രശ്നങ്ങളിൻ്റെ സെൻസ്, ഇപ്പോൾ ഒരു ഭാര്യ, ഇപ്പം ശില്പ ഒരു ഭാര്യയാണെങ്കിൽ ശില്പയെ നന്നായി സ്നേഹിക്കുന്ന ഒരു ഭർത്താവ്, അദ്ദേഹത്തിന് വേറൊരു തരുണീമണിയായി പ്രണയം ഉണ്ടാകുന്നു. അയാൾ അവരെ വീട്ടിൽ കൊണ്ടുവരുന്നു. ആദ്യമൊക്കെ ഫ്രണ്ട് എന്ന നിലയിൽ കൊണ്ടുവരുന്നു, പിന്നീട് ഓപ്പണായിട്ട് പറയുന്നു ഇവളെ ഞാൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. സ്വാഭാവികമായിട്ടും ഞാൻ ശില്പയല്ല ഉദ്ദേശിച്ചത്, സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിലെ ഒരു സ്ത്രീയുടെ ഒരു പെർസ്പെക്റ്റീവ് അനുസരിച്ച് അവർ പറയുന്നത് എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല. നിങ്ങൾ എൻ്റെ അയാൾക്ക് മക്കളും ഉണ്ടെന്ന് കരുതുക, 2 കുട്ടികളോ ഒരു കുട്ടി ആവട്ടെ, എൻ്റെ കുട്ടികളുടെ അച്ഛനാണ് നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ നോക്കിക്കോളൂ അച്ഛൻ എന്നല്ല. ശേഷം ഭാര്യ എന്ന നിലയിൽ എനിക്ക് തൊടാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം എൻ്റെ സ്ഥാനത്ത് വേറൊരാൾ വരുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. ഇത് ഞാൻ പറയാൻ കാര്യം, നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ വിവാഹിതര ബന്ധങ്ങളുള്ള ഒരു രാജ്യമാണ്. വിവാഹിതര ബന്ധങ്ങളുള്ള രാജ്യത്തിന് കാരണം എന്താണ്? ഭാര്യ ഒഫീഷ്യലി അത് സമ്മതിക്കാത്തതുകൊണ്ടാണ് അതിനെ അവിഹിതം എന്ന് പറയുന്നത്. ഒഫീഷ്യലി സമ്മതിച്ച ഒരു വീടുകളിലാണെങ്കിൽ അവിഹിതമല്ലത്. ഓഫ് കോഴ്സ് അതിനെന്താ ചേട്ടാ, എൻ്റെ കൂട്ടത്തിൽ എന്നെ നോക്കുന്ന പോലെ ഈ ഭാര്യയെ കൂടെ നോക്കിക്കോളൂ, താങ്കൾ 1, 2, 3 കഴിച്ചോളൂ, എനിക്കുള്ള ചെലവിനുള്ള കാശും എൻ്റെ മക്കൾക്കുള്ള പഠിപ്പിനുള്ള കാശും ഒക്കെ കിട്ടിയാൽ മതി. പിന്നെ ഞാനും ഉണ്ടാക്കുന്നുണ്ടല്ലോ, കുട്ടികളുടെ കാര്യങ്ങൾ മാത്രം നിങ്ങൾ നോക്കിയാൽ മതി, എന്നെ നന്നായിട്ട് എന്നെ നിങ്ങൾ സ്നേഹിച്ചാൽ മാത്രം, നിങ്ങളുടെ സ്നേഹം പകുത്തു നൽകുന്നതിൽ എനിക്ക് യാതൊരു പ്രശ്നവുമില്ലെന്ന് ഏതൊക്കെ ഭാര്യമാര് പറയുമെന്നാണ് ശില്പ വിചാരിച്ചത്? ഇന്നത്തെ കാലത്ത് അത് പറയാൻ ഭാര്യമാർക്ക് അത്ര മടിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇന്നത്തെ കാലത്ത് ഇപ്പൊ നമുക്കറിയാം, ഈ ഒരു ഭർത്താവിന് 2 ഭാര്യമാരുള്ള സംവിധാനം നമ്മുടെ നാട്ടിലുണ്ട്. നമ്മുടെ കേരളത്തിൽ ജീവിക്കുന്നുണ്ട്. ഒരു ഭർത്താവും 2 ഭാര്യമാരുടെ, അവർ വളരെ സ്നേഹത്തോടു കൂടി ജീവിക്കുന്നവരുണ്ട്. എത്ര പേരുണ്ട്? അതൊരു 100 പേരെടുത്താൽ ഒരു 1, 2 പേരല്ലേ ഉള്ളൂ ശില്പ ഈ പറയുന്ന സ്നേഹത്തോടെ മാറി വരുന്നതല്ലേ ഉള്ളൂ. ഒറ്റയടിക്കാൻ ചാടാൻ പറ്റത്തില്ലല്ലോ. എന്നാണ് നമ്മൾ ട്രാൻസ്ജെൻഡേഴ്സിനെ അംഗീകരിച്ചു തുടങ്ങിയത്? ഇപ്പൊ അടുത്തല്ലേ? അല്ല, ട്രാൻസ്ജെൻഡർ ഇതിലായിട്ട് നമ്മൾ കൂട്ടിക്കുഴയ്ക്കാൻ പറ്റില്ല. ഞാൻ പറയുന്നത്, ഒരു മാറ്റം വരുമ്പോൾ നമ്മുടെ നാടത് അംഗീകരിച്ചെടുക്കാനുള്ള സമയത്തെയാണ് ഞാൻ. പക്ഷെ ഇതിനെങ്ങനെയാണ് മാറ്റം എന്ന് പറയുന്നത്? ഒരു വൃത്തികെട്ട രീതിയല്ലേ നിങ്ങളെ മാറ്റം എന്ന് പറയുന്നത്? ഒരു ഭാര്യയെ വെച്ചുകൊണ്ട് ഒരു വെഡഡ് ആയിട്ടുള്ള ലീഗലി വെഡോ എന്തോ ആയിക്കോട്ടെ, ഒരു സ്നേഹം കൊടുത്ത് ഒരു ഭാര്യയും അവരുടെ കുഞ്ഞുങ്ങളെയും കൊണ്ട് നടക്കുന്നു. നമ്മുടെ നാട്ടിലെ കുടുംബം എന്ന ആ ഒരു സംഭവം തന്നെ ഇല്ലാതായി പോകത്തില്ലേ ഈ പറയുന്ന സാധനം? ഞാൻ ചോദിക്കട്ടെ, കൃത്യമായി ഇപ്പോ നമ്മുടെ നാട്ടില് ഒരു ഭർത്താവിന് 2 ഭാര്യമാരുണ്ടെന്നിരിക്കട്ടെ, ഈ 2 ഭാര്യമാർക്കും അത് വിഷയമല്ല, ഈ ഭർത്താവിനും അത് വിഷയമല്ല. ഇവർക്ക് 3 പേർക്കും, ഇവരുടെ 3 പേരും വ്യക്തിപരമായ കാര്യമാണ് ഇവരുടെ കല്യാണം, അല്ലാതെ ഇവിടുത്തെ നാട്ടുകാരുടെ പ്രശ്നമല്ല. ഇവർക്ക് 3 പേർക്കും ഓക്കെയാണ്, ഇവർ 3 പേരും ഹാപ്പി ആയിട്ട് കുടുംബമായി ജീവിക്കുന്നുണ്ടെങ്കിൽ പിന്നെ എവിടെയാണ് പ്രശ്നം വരുന്നത്? എന്തിനാണ് അതിന്റെ ഉള്ളിലേക്ക് സംസ്കാരത്തെയും കാര്യങ്ങളെയും വലിച്ചടക്കാൻ നിൽക്കുന്നത്? ഒരു മനുഷ്യൻ സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടി ഉണ്ടാക്കും. അങ്ങനെ സന്തോഷത്തോടെ ജീവിക്കുന്നില്ലല്ലോ ശില്പ ഇവിടെ. അതല്ലേ പ്രശ്നം. അതുകൊണ്ടാണല്ലോ ഈ കൊലയും പെട്രോൾ ഒഴിച്ച് കത്തിക്കലും അവിഹിതങ്ങളൊക്കെ ഉണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസം നമ്മുടെ നാട്ടിൽ നടന്ന ഈ പെട്രോൾ ഒഴിച്ച് കത്തിക്കലിന്റെ കാരണം പോലും അവിഹിതത്തിന്റെ പേരിലാണ്, സംശയത്തിന്റെ പേരിലാണ്. അവൾക്ക് അവനുമായിട്ട് അവിഹിതമുണ്ട്, അവൾക്ക് മറ്റവനുമായിട്ട് അവിഹിതമുണ്ട്, അല്ലെങ്കിൽ എന്നതിന്റെ പേരിലാണ് അവസാനം. അതായത് നാട്ടിൽ മാന്യനെന്നും യാതൊരു കുഴപ്പക്കാരനും അല്ലാത്തൊരു ഭർത്താവാണ് അത് ചെയ്തതെന്നാണ് അമ്മായിയച്ഛനും അമ്മായിമാരെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത്. അവിഹിതങ്ങൾ തെറ്റായിരിക്കാം, അതെ, ആയിക്കോട്ടെ. ശില്പ പറയുന്ന പോയിന്റിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ, ശില്പ പറഞ്ഞല്ലോ ഓക്കെ 2 ഭാര്യമാര് 4 ഭാര്യമാർ എന്നൊക്കെ ആ പോയിന്റിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു സ്റ്റേറ്റസിലേക്ക് നമ്മൾ ഇന്ത്യക്കാർ ഭാരതീയർ എത്തണമെങ്കിൽ നമ്മൾ ഈ പറയുന്ന അവിഹിതങ്ങൾ ഇല്ലാതാവുന്ന ഒരു കാലഘട്ടമായി. അതൊരു യുട്ടോപ്യൻ ആയിട്ടുള്ള ചിന്താഗതിയായിരിക്കും. കാരണം അതെനിക്ക് തോന്നുന്നില്ല ഇവിടെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ വിവാഹം ഇല്ലാത്തൊരു സൊസൈറ്റിയിലേക്ക് നമ്മൾ എത്തുമ്പോഴായിരിക്കും ഈ പറഞ്ഞ പോലെ 4 പാർട്ണർ 5 പാർട്ണർ തന്നെ ഓക്കെ. വൈകാതെ തന്നെ നമ്മുടെ നാട് സ്റ്റേറ്റസിലേക്ക് എത്തും. ഇന്ന് നമ്മുടെ നാട്ടിൽ എത്രത്തോളം പോളിഗമസ് ആയിട്ടുള്ള മനുഷ്യന്മാരുണ്ട്, എത്രത്തോളം റിലേഷൻഷിപ്പുകൾ, ലിവിംഗ് റിലേഷൻഷിപ്പുകൾ ആവട്ടെ, അല്ലെങ്കിൽ അവിടെ വിവാഹമില്ല, അവിടെ വിവാഹം എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, ആ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇല്ലാതാകുന്ന മൊമെന്റ് തൊട്ട്, പൂർണ്ണമായും ഇല്ലാതാകുന്ന മൊമെന്റ് തൊട്ട് ഈ പറയുന്ന സാധനങ്ങളൊക്കെ നടക്കും. ഇപ്പൊ ശില്പ എന്റെ പാർട്ണർ, അനുപമ എന്റെ പാർട്ണർ, ഈ പറയുന്ന രോഹിത് എന്റെ പാർട്ണർ, അങ്ങനെ എനിക്ക് പാർട്ണർഷിപ്പ് ആവാം. ഒരിടത്ത് ഓരോ വീട്ടിൽ കയറി പാർട്ണർഷിപ്പ് കൂടിയിട്ട് പോകാം. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ നാട്ടില് അവിഹിതങ്ങൾ ഉണ്ടാവുന്നു. എന്തുകൊണ്ടാണ് അവിഹിതങ്ങൾ ഉണ്ടാവുന്നത്? ഒരു സ്ഥലത്ത് നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ലാത്തത് കൊണ്ടാണ് ഒരു സ്ത്രീക്ക് അല്ലെങ്കിൽ ഒരു പുരുഷന് മറ്റൊരു സ്ഥലത്തേക്ക് പോകേണ്ടി വരുന്നത്. ഓക്കെ, എന്തുകൊണ്ട് ഇയാൾക്ക് ഇത് ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല? കാരണം എന്തുകൊണ്ടാണ്? ഇപ്പൊ എനിക്കൊരു റിലേഷൻഷിപ്പ്, ഞാൻ ഷാരികനായിട്ട് ഒരു റിലേഷൻഷിപ്പിലാണ്. ഓക്കെ, ഷാരിക എന്റെ ബേസിക് നീഡ്സ് ഒന്നും സാറ്റിസ്ഫൈ ചെയ്ത് തരുന്നില്ല. അപ്പൊ ഒബ്വിയസ്ലി ഇപ്പൊ എനിക്ക് എന്നെ ആ സമയത്ത് ഞാൻ പറയട്ടെ, എന്നെ പറയാൻ. അപ്പൊ അനുപമയായിട്ട് ഞാൻ റിലേഷൻഷിപ്പിലായി. ഓക്കെ, മേ ബി ഷാരിക എനിക്ക് എന്റെ
എന്താ പറയാ ഈ പോളിഗമസ് ആയ മനുഷ്യരുടെ സ്വഭാവം എടുക്കുകയാണെങ്കിൽ അവരുടെ ഒരു ക്യാരക്ടറിസ്റ്റിക് ആണ് ഒന്നിൽ കൂടുതൽ റിലേഷൻഷിപ്പുകൾ ഉണ്ടാവുക എന്ന് പറയുന്നത്. അതൊരാളുടെ സ്വഭാവത്തിന്റെ രീതിയാണ്. ഓക്കെ അത് അംഗീകരിക്കും. അപ്പൊ ആ സമയത്ത് എനിക്ക് അനുപമയുടെ റിലേഷൻഷിപ്പ് ഉണ്ട്. ഇത് പറഞ്ഞാൽ അംഗീകരിക്കുന്ന ഒരാളാണ് ശാരിക എന്നിരിക്കട്ടെ. എന്നാലും ശാരികയ്ക്ക് അത് അംഗീകരിക്കാൻ പറ്റില്ല. കാരണം എന്താ, നാട്ടുകാരെന്ത് പറയും അല്ലെങ്കിൽ വീട്ടുകാരെന്ത് പറയും, ഈ തോട്ടുകൾ പ്രശ്നമാവും. അപ്പൊ ഈ തോട്ട് പ്രശ്നമാവുമെന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ട് എനിക്ക് ശാരികയോട് ഇത് പറയാൻ സാധിക്കില്ല. അപ്പോഴാണ് ഇതൊരു അവിഹിതമായി മാറുന്നത്. അല്ലാതെ പ്രോപ്പർലി കമ്മ്യൂണിക്കേഷൻ നടന്നത് ഒരു അവിഹിതമായി മാറില്ല. എങ്ങനെയാണ് മാറുന്നത്? ഈ നാട്ടുകാർ ഇപ്പൊ നമ്മൾ തന്നെ ഇപ്പൊ ശാരിക ഇത്ര സംസാരിച്ചതിൽ എത്രത്തോളമാണ് ഇത് തെറ്റാണ് അല്ലെങ്കിൽ ഇത് സംസ്കാരത്തിനെതിരാണ്, ഇത് ഒരു വൃത്തികേടാണെന്നുള്ള രീതിയിലാണ് സംസാരിച്ചത്. ഈ ചിന്താഗതി മാറട്ടെ. ഈ ചിന്താഗതി മാറുമ്പോൾ അവിഹിതം നിൽക്കും. ചിന്താഗതികൾ എങ്ങനെ മാറണമെന്നാണ് ശില്പ പറയുന്നത്. ശില്പ നമ്മുടെ ഒരു രാഷ്ട്രം അല്ലെങ്കിൽ ഒരു സംസ്കാരം എന്ന് പറയുന്നത് ഇത് കുലസ്ത്രീയാകാൻ ഞാൻ പറയുന്നില്ല, കുലസ്ത്രീ ആകണമെന്ന് ഞാൻ പറയുന്നില്ല, ഒരാളെ മാത്രം വിവാഹം കഴിക്കണമെന്നോ അല്ലെങ്കിൽ ഒരാളുടെ കൂടെ മാത്രമേ നമുക്ക് സ്നേഹബന്ധം ഉണ്ടാകാൻ പാടുള്ളൂ എന്നും ഞാൻ പറയുന്നില്ല. ഞാൻ പറയുന്നത് വിവാഹം എന്ന കൂതാശ അല്ലെങ്കിൽ വിവാഹം എന്ന ആ ഒരു വിവാഹം എന്ന് പറഞ്ഞാൽ രണ്ട് യുണീക്ക് ആയിട്ടുള്ള ഒരു സ്നേഹബന്ധത്തിൽ ഏർപ്പെടുകയും അവിടെ രണ്ട് മക്കൾ ഉണ്ടാവുകയും അല്ലെങ്കിൽ കുട്ടികൾ ഉണ്ടാവുകയും വേണ്ട, കുട്ടികൾ ഉണ്ടായില്ലെങ്കിലും പുരാതനമായ ചിന്താഗതിയാണ്. പുരാതനമായ ചിന്താഗതി നമ്മളെ പോലെ പൂർണ്ണമായി പുരാതനമായ ചിന്താഗതിയല്ല, നമ്മൾ അനുഷ്ഠിക്കുന്ന ഒരു സംസ്കാരത്തിലൂടെ. നിർബന്ധം എന്താണ്? എടാ, അനുഷ്ഠിക്കാത്തവർ വിവാഹം കഴിക്കാതിരിക്കട്ടെ, വിവാഹം കഴിക്കാതിരുന്നോണ്ട് ഈ പറഞ്ഞ റിലേഷൻഷിപ്പിൽ പൊയ്ക്കോളൂ. നാട്ടുകാരെയും വീട്ടുകാരെയും ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ഇപ്പൊ നാട്ടുകാരെ വിട്ടേക്ക്, വീട്ടുകാരെ ബുദ്ധിമുട്ടിച്ച് ആഡംബര കല്യാണങ്ങൾ. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് കല്യാണങ്ങൾ എത്രമാത്രം ആഡംബരമാണ്, എത്രമാത്രം പൈസയും എത്രമാത്രം കറണ്ട് ചാർജുകളും എത്രമാത്രം കാശുമാണ് അതിനകത്ത് വേസ്റ്റ് ആകും സ്വന്തം സൗകര്യത്തിന് വേണ്ടി. ഇന്നത്തെ എത്രത്തോളം കല്യാണങ്ങളാണ് ഈ കല്യാണം കഴിക്കുന്ന പെൺകുട്ടിയുടെയും പുരുഷന്റെയും താല്പര്യപ്രകാരം നടത്തുന്നത്, വീട്ടുകാരുടെ ആഗ്രഹങ്ങളാണ്. ഇന്ന് വെറുതെയാണത്. മിക്ക കല്യാണങ്ങളും ഇന്നിപ്പോ പെൺകുട്ടിയും ചെറുക്കനും തമ്മിൽ തന്നെ സെലക്ട് ചെയ്ത് മുന്നോട്ട് പോകുന്ന കല്യാണങ്ങളാണ്. ഇവൻ ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന ഇന്ദുജയുടെ മരണം പോലും അവര് തമ്മിൽ വീട്ടുകാരുടെ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് ലീഗലി മാരീഡ് അല്ലല്ലോ, ലീഗലി ആയാലും ഒഫീഷ്യലി ആയാലും എന്ത് കുന്തമായാലും ശരി അവര് വിവാഹം കഴിച്ചത് ഈ പറഞ്ഞ പ്രണയത്തിനാണ്. താലി കെട്ടുക, മിന്നി കെട്ടുക അല്ലെങ്കിൽ നിക്കാഹ് ഉറപ്പിക്കുക, അത് എന്ന് പറയുന്നത് ഒരു കൾച്ചറിന്. അതെ, അതൊരു സ്നേഹത്തിന്റെ പൊസസീവ്നെസ് അല്ലേ ശില്പ? കാരണം നീ എന്റേത് മാത്രമാകും. അങ്ങനെ പൊസസീവ്നെസ് ഉള്ളവർ അങ്ങനെ ജീവിക്കട്ടെ, അല്ലാത്തവർ അതേ ഞാനും പറഞ്ഞുള്ളൂ. അവർ കല്യാണം കഴിക്കണ്ട, ജസ്റ്റ് ലീവ്. അവർ അല്ലാതെ വിവാഹം എന്ന കൂതാശയിൽ വന്നതിന് ശേഷം ആ പെൺകുട്ടി ഇപ്പൊ പോളിഗമസ് അല്ലാത്ത ഒരാളെയാണ് വിവാഹം കഴിക്കുന്നത് ഇരിക്കട്ടെ, ആ പെൺകുട്ടിയുടെ ജീവൻ തകർന്നു അല്ലെങ്കിൽ ആ ചെക്കന്റെ ജീവൻ തകർന്നു. അതാണ് പറഞ്ഞത്, കൃത്യമായി കമ്മ്യൂണിക്കേറ്റ്. ഹൂ വിൽ പേ ഫോർ ഇറ്റ്? അതിന് അവരുടെ ജീവിതത്തിന് ആര് പ്രതിഫലം കൊടുക്കും? ഞാൻ പറയുന്നത് നമ്മുടെ നാട്ടിൽ എല്ലാവരും പോളിഗമസ് അല്ല. ഞാൻ സമ്മതിക്കും. ഞാൻ പറയുന്നത് ഇപ്പൊ ഞാൻ ഈ രണ്ടുപേർക്കും അത് ഓക്കെ ആണെങ്കിൽ ഇവിടെ ആർക്കാണ് പ്രശ്നം എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഒരാൾക്ക് ഓക്കെ ആണെങ്കിൽ പ്രശ്നമല്ല. എന്റെ തുടക്കം മുതലുള്ള ചോദ്യം അതാണ്. ഇപ്പൊ ഒരാൾക്ക് ഓക്കെ അല്ലെങ്കിൽ ശരിയാണ്, ചതിയാണ് അല്ലെങ്കിൽ ആ കുട്ടിയോട് ചെയ്യുന്ന തെറ്റാണ്. പക്ഷെ അങ്ങനെ ഓക്കെ ആയിട്ടുള്ള എത്ര പേരെ ശില്പ ഇപ്പൊ പറയുന്ന പോലെ നമ്മുടെ ഈ ഓഫീസിൽ തന്നെ എടുത്താൽ ഇപ്പൊ 10 പേര് ഈ ഓഫീസിലോട്ടിരിക്കട്ടെ, അതിലൊരു 8 പേരും ഈ ശില്പ പറയുന്ന സാധനത്തെ എതിർക്കും. They can't do that. അത് എന്തുകൊണ്ടാണ്? നമ്മുടെ ചിന്താഗതികൾ മാറാത്തത് കൊണ്ടല്ലേ. ഇപ്പൊ ഞാൻ പറയാം, അങ്ങനെ സമൂഹത്തെ വളർന്നു വരട്ടെ, വളർത്തിയെടുക്കട്ടെ, അതിനുശേഷം നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. അതല്ലേ നല്ലത്. അങ്ങനത്തെ സാധനങ്ങൾ ഒരു തുടക്കം ഉണ്ടാവില്ല എല്ലാത്തതിനും. ഈ തുടക്കം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഇതൊരു നല്ല കാര്യമാണെന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല. കാരണം നമ്മുടെ സമൂഹം സ്കാറ്റേർഡ് ആയി. നമ്മൾ ഇപ്പൊ ഈ ശില്പയുടെ ചിന്താഗതി പോലും വെസ്റ്റേണൈസേഷന്റെ ഒരു അഡാപ്റ്റേഷൻ ആണെന്ന് ഞാൻ വെസ്റ്റേണിലെ നല്ല കാര്യങ്ങളൊന്നും അഡാപ്റ്റ് ചെയ്യാതെ ഇങ്ങനെയുള്ള വൃത്തികേടുകൾ അഡാപ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ശില്പ ഇങ്ങനെ നിന്ന് സംസാരിക്കുന്നത് എനിക്ക് തോന്നുന്നു. വെസ്റ്റേണൈസേഷൻ എന്തൊക്കെ നമ്മൾ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇടുന്ന ഡ്രസ്സിംഗ് രീതികൾ വെസ്റ്റേണൈസേഷന്റെ അഡോപ്ഷൻ എന്ത് കുന്തത്തിനാണ്? അവരുടെ നാട്ടിൽ വിന്റർ ഉള്ളതുകൊണ്ടാണ് അവർ അങ്ങനെ ഡ്രസ്സ് ഇടുന്നത്. നമ്മൾ ഈ ചൂടത്ത് ഈ കോട്ടും ജാക്കറ്റും ജീൻസും ഒക്കെ വലിച്ചിട്ട് നടക്കുന്ന കാണുമ്പോൾ സത്യത്തിൽ എനിക്ക് ചിരി വരാറുണ്ട്. അവരുടെ നാട്ടിലെ എന്നെ ചിരിപ്പിക്കല്ലേ ജീൻസും ടോപ്പും ഏത് നാടിന്റെ ഡ്രസ്സാണ്? ഇത് കാഷ്വൽ ആയിട്ടുള്ള ഡ്രസ്സുകളല്ലേ? ഞാൻ വെസ്റ്റേണൈസേഷൻ ചെയ്യാറുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയത്തില്ല. എന്തുകൊണ്ട് ചെയ്യുന്നു? വെസ്റ്റേണൈസേഷനെ പറഞ്ഞേക്കും. പക്ഷേ വെസ്റ്റേണൈസേഷനെ പറഞ്ഞേക്കത്തില്ലെന്നല്ല ഞാൻ ഇടുന്നതിൽ തെറ്റില്ല. ഞാൻ പറഞ്ഞതുപോലെ വെസ്റ്റേണൈസേഷൻ പൂർണ്ണമായിട്ടും അവരുടെ നല്ല കാര്യങ്ങൾ നമുക്ക് അഡോപ്റ്റ് ചെയ്യാം, അവരുടെ എഡ്യൂക്കേഷൻ അഡോപ്റ്റ് ചെയ്യാം, അവരുടെ നല്ല രീതിയിലുള്ള ഡ്രസ്സിങ്സ് നമുക്ക് അഡോപ്റ്റ് ചെയ്യാം. ഇത്രയും റിലേഷൻഷിപ്പുകളെ കാണുന്നത് എന്ത് സിമ്പിൾ ആയിട്ട് സിമ്പിൾ അല്ല. അവിടെ റിലേഷൻഷിപ്പ് ഇല്ല. അമേരിക്കയിലും ലണ്ടനിലും യുകെയിലും അവർ ജീവിക്കുന്നു, മൃഗങ്ങളെ പോലെ ജീവിക്കുന്നു എന്നാണ് എനിക്ക് പറയുന്നത്. അവർ കാണുന്നവരായിട്ട് മേറ്റ് ചെയ്യുന്നു. എല്ലാവരും മൃഗങ്ങളാണ്. ഈവൻ മൃഗങ്ങൾ പോലും ഒരൊറ്റ പാർട്ട്ണർഷിപ്പിൽ മാത്രം പോകുന്ന ആൾക്കാരാണ്. അവരുടെ ഒരൊറ്റ മേറ്റുമായിട്ട് മാത്രം. എനിക്കൊന്ന് പട്ടികൾ മാത്രമേ ഉള്ളൂ അങ്ങനെ പലരെയായിട്ട് മേറ്റ് ചെയ്യുന്നവര്. അല്ലാതെ ഇപ്പൊ നമ്മൾ പട്ടികൾക്ക് സമാനമായി മാറണമെന്നാണോ ശില്പ പറയുന്നത്? അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഒരാൾക്ക് പലരുമായി മേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അവർ മേറ്റ് ചെയ്യട്ടെ. മേറ്റ് ചെയ്തോട്ടെ, അതിന് മറ്റൊരാളുടെ ജീവിതം നശിപ്പിക്കേണ്ട ആവശ്യമില്ലെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ഞാൻ ഇത് ഇപ്പോഴും ശാരിക ഞാൻ പറയുന്ന പോയിന്റ് വിട്ടു. ഞാൻ പറയുന്നത് ഇവിടെ രണ്ടുപേരും മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് അങ്ങനെയുള്ളവരെ കണ്ടെത്തി അവർ ഒരുമിച്ച് ജീവിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് വിവാഹത്തിന്റെ ഒരു കൂതാശ ആവശ്യമില്ലെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ഞാൻ ഉദ്ദേശിച്ചത് വിവാഹം കഴിച്ച് കഴിയുമ്പോൾ അയാൾക്ക് വേറെ ഇപ്പൊ ഞാൻ പറയട്ടെ ശാരിക, എനിക്കൊരു ആഗ്രഹമുണ്ട്. ഓക്കെ, എനിക്ക് രണ്ടുപേരെ
ആക്ച്വലി നമ്മുടെ ഇന്ത്യയിൽ നടന്ന എനിക്ക് ശില്പ ഒന്ന് കാണും. ശില്പയുടെ വിവാഹത്തിന് എന്നെ വിളിക്കണം കേട്ടോ. ശില്പ മാരീഡ് അല്ലല്ലോ. വ്യക്തിയല്ല. ഞാൻ തീർച്ചയായും പോളിഗമസ് ആയിട്ടുള്ള ആൾക്കാരുടെ ലിസ്റ്റ് എടുത്താൽ നമുക്ക് നമ്മൾ ശരിക്കും മൂക്കത്ത് വിരൽ വെച്ച് പോകും. കാരണം നമ്മുടെ നാട്ടില് 136 കോടി ജനങ്ങളുണ്ടെങ്കിൽ എനിക്കൊന്ന് ഒരു പക്ഷെ 36 കോടിയെ കാണത്തുള്ളൂ പോളിഗമസ്. ബാക്കി 100 കോടി നോർമൽ ആൾക്കാരാണ്. അല്ലെങ്കിൽ അതിലൊരു ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ടാവും. അഭിഹിതങ്ങൾ ഉണ്ടാക്കുന്നത് ഇവർക്ക് അതിനെ പോളിഗമസ് എന്ന് വിളിക്കാനുള്ള മടി കൊണ്ട് പോളിഗമസ് ആണെന്ന് അംഗീകരിക്കാനുള്ള മടിയാണെന്ന് ഞാൻ പറയും. എത്ര പേരാണ് അതിനെ അംഗീകരിക്കാൻ? അപ്പൊ ഞാൻ ചോദിക്കും, പോളിഗമസ് ആൾക്കാർക്ക് ഒരു മര്യാദ വേണം. ഈ പറയുന്ന ഈ പാർട്ണർക്ക് അത് താല്പര്യമില്ലെങ്കിൽ പാർട്ണറെ വിട്ടുകളയണം. ചെയ്യട്ടെ. പക്ഷെ അത് ചെയ്യാതെ അവിഹിതം കീപ്പ് ചെയ്യുന്നുള്ള കൊലപാതകത്തിലേക്ക് എത്തുന്നേ. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഷാരിക പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, വിവാഹം എന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ വേണ്ടെന്ന് വെക്കണം. ഇപ്പൊ ഞാൻ പോളിഗമസ് ആയ ഒരു വ്യക്തിയാണെന്ന് ഇരിക്കട്ടെ, എനിക്ക് രണ്ടുപേരെ കല്യാണം കഴിക്കണം. ഈ രണ്ടുപേരുമായി ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്. എനിക്ക് അവരെ കല്യാണം കഴിച്ചേ പറ്റത്തുള്ളൂ. ഞാൻ കല്യാണം കഴിക്കട്ടെ, അത് എന്റെ ആഗ്രഹമല്ലേ. കല്യാണം കഴിച്ചോളൂ. ആര് പറഞ്ഞു വേണ്ടെന്ന് വെക്കണം? ഞാൻ പറയുന്നത് ഒരു വിവാഹം എന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, ആ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഒരു ഫാമിലി ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് നമ്മളിപ്പോ വിവാഹം, ഒരു ബോണ്ടേജ് ഉണ്ടാക്കുന്നതാണ് വിവാഹം എന്ന് പറയുന്നത്. ഇപ്പോ നിങ്ങൾ പറയുന്ന പുതിയ രീതികളൊക്കെ ഉണ്ടല്ലോ, ഈ പറയുന്ന ലിവിങ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഈ പറയുന്ന ഈ പല വ്യക്തികളുമായിട്ടുള്ള ബന്ധങ്ങൾ, അതിനേക്കാളും കൂടുതൽ എപ്പോഴും ഈ നമ്മുടെ വിവാഹം പൂർണ്ണമായിട്ട് നിന്നൊന്നും പോയിട്ടില്ല. ഇന്നും വിവാഹത്തിന് മാർക്കറ്റ് ഭയങ്കര കൂടുതലാണ്. എത്രയൊക്കെ റിലേഷൻഷിപ്പിലായാലും ഏതെങ്കിലും ഒരാൾ ഒരിക്കലും ഇനിഷ്യേറ്റീവ് ചെയ്യും. ഇപ്പം നമ്മുടെ ക്യാമറാമാന് നമ്മുടെ ക്യാമറ ഓണർ റിലേഷൻഷിപ്പിലാണെന്നിരിക്കട്ടെ, അതിൽ രണ്ടുപേരും വിചാരിക്കുകയാണ് ലിവിങ് റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്തു പോകാം, ഞങ്ങൾക്ക് വിവാഹത്തിൽ വിശ്വാസമില്ല എന്ന് ചിന്തിക്കുന്നു. പക്ഷെ ഏതെങ്കിലും ഒരു പോയിന്റിൽ ഒരാൾ പറയും എനിക്കിങ്ങനെ പറ്റില്ല, ഐ ഹാവ് ടു ബിക്കം എ മാൻ, അല്ലെ ഐ ഹാവ് ടു ബിക്കം എ ഹസ്ബൻഡ്, എനിക്കൊരു ഹസ്ബൻഡ് ആയേ പറ്റും. അല്ലെങ്കിൽ അയാൾ പറയും എനിക്കൊരു ഭാര്യ ആയേ പറ്റുള്ളൂ, എനിക്കൊരു കുട്ടികൾ വേണം, അതുകൊണ്ട് നമ്മൾ താൻ ഇങ്ങനെ കാളെ പോലെ അഴിഞ്ഞു നടക്കാൻ എനിക്ക് എന്നെ കൊണ്ട് പറ്റത്തില്ല, ഞാൻ ഈ റിലേഷൻഷിപ്പിൽ സമൂഹം അവരുടെ ഉള്ളിലേക്ക് ഇഞ്ചക്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നതിന്റെ പ്രശ്നമാണ്. അത് കുറച്ച് കാലം നമ്മൾ വളർന്ന സംസ്കാരത്തിന്റെ ആ ഒരു രീതിയാണ്. ശില്പ മാറാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പൊ ശില്പ ഒരു 5-6 പേരെ കല്യാണം കഴിക്കൂ, അത്ര എനിക്ക് പറയാനുള്ളൂ. തീർച്ചയായിട്ടും ഞാൻ വന്നിരിക്കും. ഓക്കെ, ഡൺ.